രാഹുലിന് കുരുക്ക്. മുഖ്യമന്ത്രിയെ കാണാൻ യുവതി. തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറും. പരാതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കും. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. രാഹുൽ വിഷയത്തിൽ നടന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ഇതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവതി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കാണണം, പരാതി ബോധിപ്പിക്കണം, രാഹുലിനെ പൂട്ടണം, തെളിവുകൾ കൈമാറണം, ഒക്കെ ചെയ്യണം. പക്ഷേ യുവതി തിരുവനന്തപുരത്തേക്ക് എത്താൻ സമയമെടുക്കുമെന്ന് പറഞ്ഞാൽ ദിവസങ്ങളെടുക്കും, ആഴ്ചകളെടുക്കും, മാസങ്ങളെടുക്കും. കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. കാരണം എന്ന് പറയുന്നത്, ഈ യുവതി യാത്ര തിരിച്ചിരിക്കുന്നത് കാൽനടയായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഇന്നസെന്റ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ അരമണിക്കൂർ മുന്നേ പുറപ്പെടാം എന്ന് പറഞ്ഞതുപോലെ വേണമെങ്കിൽ 3 മാസം മുന്നേ പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ തിരുവനന്തപുരത്ത് എത്താറായിട്ടില്ല. ഇനിയും സമയമെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാത്രമേ, അതിന്റെ തലേ ദിവസം മാത്രമേ യുവതി തിരുവനന്തപുരത്ത് എത്തുകയുള്ളൂ. മനസ്സിലായില്ലേ? തിരുവനന്തപുരത്ത് എത്തുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമായിരിക്കും. അന്ന് മുഖ്യമന്ത്രിയെ കാണും ക്ലിഫ് ഹൗസിൽ ചെന്നിട്ട്. എന്നിട്ട് പരാതികൾ കൈമാറും, തെളിവുകൾ കൈമാറും. ഇപ്രാവശ്യം രാഹുലിന് രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. തെളിവുകളൊക്കെ വളരെ ശക്തമായ തെളിവുകളാണ്. ഒരു അക്ഷര തെറ്റ് പോലും ഇല്ലാതെ എല്ലാ സ്ക്രീൻഷോട്ടുകളും, രാഹുലിന്റെ പേരടക്കം സേവ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് എഴുതുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാറുണ്ട്. പക്ഷേ അത് രാഹുലിന്റെ നാമനിർദ്ദേശ പത്രിക, രാഹുലിന്റെ ആധാർ കാർഡ് അടക്കം പരിശോധിച്ചിട്ട് ആ ആധാർ കാർഡിലുള്ള അതേ സ്പെല്ലിംഗ് തന്നെ ആ സ്ക്രീൻഷോട്ടിലും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരെ കറക്റ്റ് ചെയ്തിട്ടാണ് യുവതി യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഏതാ യുവതി ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന, ഇപ്പോൾ നിലവിൽ പത്തനംതിട്ടയിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇതുപോലെ ഒരു യുവതിയാകാൻ വേണ്ടിയിട്ട് വീരപ്പന്റെ ചാനലും ആ മുട്ടാരൻ കുമാറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക, എന്താ പറഞ്ഞേ? യെസ്, അത് തന്നെ. ഒച്ചത്ത് പറയണ്ട, ബാക്കിയുള്ളവർ കേൾക്കും. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ആ മാധ്യമ പ്രവർത്തക ശ്രീനാദേവി കുഞ്ഞമ്മയെ വിളിച്ചിട്ട് രാഹുലിനെതിരെ ഇരയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതുപോലെ തന്നെ അന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ യെസ് പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ രാഹുൽ അയച്ച പല സ്ക്രീൻഷോട്ടുകളും പുറത്തു വരുമായിരുന്നില്ലേ? പല ഓഡിയോകളും പുറത്തു വരുമായിരുന്നില്ലേ? ഏത് ശ്രീനാദേവി കുഞ്ഞമ്മക്ക് അങ്ങനെ ഒരു സ്ക്രീൻഷോട്ടും ഇല്ല, അങ്ങനെ ഓഡിയോയും ഇല്ല. പക്ഷെ അന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ യെസ് പറഞ്ഞിരുന്നെങ്കിൽ പല സ്ക്രീൻഷോട്ടുകളും പുറത്തു വരുമായിരുന്നില്ലേ? പല ഓഡിയോകളും പുറത്തു വരുമായിരുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. ശ്രീനാദേവി കുഞ്ഞമ്മ നോ പറഞ്ഞപ്പോ സമീപിച്ച അടുത്ത ആളാണ് ഈ പറയുന്ന ആള്. ഏത്? ഇപ്പോ തിരുവനന്തപുരത്തേക്ക് കാൽനടയായിട്ട് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ആള്. ശ്രീനാദേവി കുഞ്ഞമ്മ നോ പറഞ്ഞപ്പോ അടുത്ത നെക്സ്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അടുത്ത വ്യക്തിയാണ് ഇപ്പോ പുറപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ എന്താണെങ്കിലും ഈ പറയുന്ന യുവതി യാത്ര തിരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം രാഹുലിനെ പൂട്ടും. കാരണം മുമ്പ് ഇറക്കിയ ഓഡിയോയും മുമ്പ് പറഞ്ഞ തെളിവുകളും ഒന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു അത് പറ്റൂല, അതിൽ കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളെ ഈ നാമനിർദ്ദേശ പത്രികയൊക്കെ സൂക്ഷ്മ പരിശോധന നടത്താറില്ലേ? അതുപോലെ പരിശോധിച്ചിട്ട് പറഞ്ഞതാണ് അത് പറ്റൂല, അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, അത് രാഹുലിനെ പൂട്ടാനുള്ള തെളിവാകൂല, അതുകൊണ്ട് അത് പോരാ. എല്ലാ മിസ്റ്റേക്കുകളും തിരുത്തിയിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ കൊണ്ടുപോവാ, അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെ എല്ലാം റെഡിയാക്കി മിസ്റ്റേക്കുകളെല്ലാം പരിഹരിച്ചിട്ടുള്ള പുതിയ സ്ക്രീൻഷോട്ടുമായിട്ടാണ് യുവതിയുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. രാഹുലിനോട് അന്നേ പറഞ്ഞതാണ്. അന്നെന്താ പറഞ്ഞത്? അന്ന് പറഞ്ഞു, രാഹുലെ അടങ്ങിയിരുന്നോ, മൂലക്കിരുന്നാൽ കൂടുതൽ ദേഹം നോവാതെ രക്ഷപ്പെടാൻ പറ്റൂ. അല്ല ഞങ്ങളെ പ്രൊവോക്ക് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ബോംബ് ഞങ്ങൾ പൊട്ടിക്കും എന്ന് രാഹുലിനോട് അന്നേ പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ രാഹുലെ നീ കളിക്കണ്ട, കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ നിന്നെ വിടൂല എന്നുള്ള കാര്യം അന്ന് രാഹുലിനോട് പറഞ്ഞതാ. പക്ഷെ രാഹുൽ കേട്ടില്ല എന്ന് മാത്രമല്ല, രാഹുൽ എന്താ ചെയ്തത്? രാഹുല് അടൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നിയമസഭാ സമ്മേളനത്തിൽ പോയി.
നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് രാഹുൽ എന്ത് ചെയ്തു? നേരെ അയ്യനെ കാണാൻ സന്നിധാനത്തെത്തി. അവിടെ നിന്ന് അയ്യനോട് പരാതിയും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞ് തൊഴുത് കഴിഞ്ഞ് രാഹുൽ അവിടെ നിന്ന് ഇറങ്ങി പാലക്കാട്ടേക്ക് വന്നു. എന്നാ പാലക്കാട്ടേക്ക് വന്ന രാഹുൽ എന്താ ചെയ്യേണ്ടിയിരുന്നത്? അനങ്ങാതെ മിണ്ടാതെ ആ MLA ഓഫീസിൽ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. അവിടെ വരുന്നവരെ കണ്ടും പറഞ്ഞും ഒക്കെ അങ്ങ് പോയാൽ മതിയായിരുന്നു. അതിന് രാഹുൽ നിന്നില്ല. രാഹുൽ ഈ പാലക്കാട് വന്നിട്ട് വല്ലാ കളികളും കളിച്ചു. കളിച്ചു എന്ന് പറഞ്ഞാൽ BJP-യിൽ തമ്മിലടി ഉണ്ടാക്കി, CPM-മാരനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതൊക്കെ നടത്തിയതും പോരായിട്ട് പാലക്കാട് തന്നെ കാണാൻ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കി. അതും പോരാഞ്ഞിട്ട് ഈ പറയുന്ന അനുശ്രീയെയും അതുപോലെ നമ്മളെ തൻവീർ റാമിനെയും ഉള്ള സിനിമാ നടന്മാരെയും നടിമാരെയും ഒക്കെ ഇറക്കി ഉള്ള വീടിനൊക്കെ തറക്കല്ലിടുക, ആളുകൾക്കെല്ലാം വീടുണ്ടാക്കി കൊടുക്കുക, അതൊക്കെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക. അവിടെയും നിർത്തിയോ? ഇല്ല, അവിടെയും നിർത്തിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ രാഹുൽ എന്ത് ചെയ്തു? വോട്ട് പിടിക്കാൻ ഇറങ്ങി. നാമനിർദ്ദേശക പത്രിക കൊടുക്കാൻ പോയപ്പോൾ അവിടെ മുദ്രാവാക്യം വിളിക്കാൻ രാഹുൽ മുന്നിൽ നിന്നു. ഇതൊക്കെ അത് ചെയ്തിട്ടും അതൊക്കെ വീഡിയോ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. പിന്നെ ഞങ്ങൾ അടങ്ങിയിരിക്കുക? ഞങ്ങൾ പ്രകോപിതരാവൂലേ? പിന്നല്ലാതെ എപ്പോ ദേഷ്യം വന്നെന്ന് ചോദിച്ചാൽ പോരെ? അസ്വസ്ഥത എവിടെ നിന്ന് വരൂലേ? ഓഫ് കോഴ്സ് അത് തന്നെയാണ് കാര്യം. വേണ്ടാത്ത പണിക്ക് രാഹുലിനോട് അന്നേ പറഞ്ഞതാണ്, അടങ്ങിയിരുന്നോ, വേണ്ടാത്ത പണിക്ക് പോണ്ടെന്ന്. രാഹുൽ അത് കേട്ടില്ല. ഇപ്പൊ അതിന്റെ ഭവിഷ്യത്ത് രാഹുൽ അനുഭവിക്കുന്നു. ഇതിവിടെ തീരുവോ? തീരൂല. ഇനിയിപ്പോ നമ്മുടെ യാത്ര തിരിച്ചിരിക്കുന്ന യുവതി അത് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ സമയമെടുക്കും. വാഹനത്തിൽ കയറില്ല, കാൽനടയായിട്ട് മാത്രം എത്തണം. ഇത് നമ്മൾ പലപ്പോഴും കാണാറില്ലേ? കാൽനട യാത്രയായിട്ട് അയ്യനെ കാണാൻ ഇരുമുടിക്കെട്ടുമേന്തിക്കൊണ്ട് നടന്നു പോകുന്ന ഭക്തരെ നമ്മൾ കാണാറില്ലേ? അതുപോലെയാ. അതുകൊണ്ട് യുവതി തിരുവനന്തപുരത്ത് എത്തുന്നത് എപ്പോഴാ? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം യുവതി തിരുവനന്തപുരത്തെത്തും. എത്തിയാൽ അടുത്ത ബോംബായി. അപ്പോ ബോംബുകൾ ഇനിയും പൊട്ടും. അതിനിടയിൽ രാഹുലിനെ പൂട്ടണം. തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. എല്ലാ തെളിവുകളും വളരെ കൃത്യമായി എഡിറ്റ് ചെയ്ത് വളരെ വളരെ സ്പഷ്ടമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാഹുലെ നീ കുടുങ്ങും, അഴി എണ്ണേണ്ടി വരും രാഹുലേ, വേറെ വഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോ എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. തിരക്കുണ്ടാക്കരുത്, യുവതിയെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ഫോൺ നമ്പറൊക്കെ എൻ്റെ അടുത്തുണ്ട്, വേണമെങ്കിൽ ഞാൻ തരാം, ചോദിച്ചാൽ മതി. അപ്പൊ യുവതിയെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. കാൽനടയായിട്ടാണ് വരുന്നത്, കാൽനടയായിട്ടുള്ള യാത്രയാണ് എന്നുള്ള പരിഗണന ഉണ്ടാവണം. തിരക്ക് കൂട്ടരുത്. എവിടെ എത്തി എവിടെ വരെ എത്തി എന്നുള്ള ചോദ്യം ചോദിക്കരുത്. കൃത്യമായ പ്ലാനോട് കൂടിയാണ് യാത്ര ഇറങ്ങിയിരിക്കുന്നത്. ഒരു ദിവസം നിശ്ചിത കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്യുകയുള്ളൂ. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. സമയമെടുക്കും, അത്രമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം മാത്രമേ തിരുവനന്തപുരത്ത് എത്തുള്ളൂ. അതുകൊണ്ട് സമയമെടുക്കും. വളരെ സാവധാനമുള്ള യാത്രയാണ്. വിശ്രമങ്ങളൊക്കെ നടത്തി എല്ലാ റിലാക്സേഷനോട് കൂടിയുള്ള യാത്രയാണ്. അതുകൊണ്ട് സമയമെടുക്കും. എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ആരും അക്ഷമരാവരുത്, തിരക്ക് കൂട്ടരുത്, ധൃതി പിടിക്കരുത്. രാഹുലിനെ നമ്മൾ പൂട്ടും. 8 നിലയിൽ രാഹുലിനെ നമ്മൾ പൂട്ടുമെന്ന് പറഞ്ഞാൽ പൂട്ടും. നല്ല മണിച്ചിത്രത്തായിട്ട് നമ്മൾ പൂട്ടും. മനസ്സിലായില്ലേ? എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അടുത്ത ബോംബിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത ബോംബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലാണ് പൊട്ടിക്കുക. ഇപ്പൊ പൊട്ടിക്കാനുള്ള ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ വേറെ ബോംബൊന്നും വരാനില്ല. അടുത്ത ബോംബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പൊട്ടിക്കും. എല്ലാവരും വെയിറ്റ്.